പെണ്ണിന് ഭയങ്കര ചൂടാണ് എപ്പോഴും. ഇടയ്ക്കൊരു ദിവസം ചൂട് വന്ന് ഭയങ്കര തളർന്നൊക്കെ വീണുപോയി. ആശുപത്രി കൊണ്ട് ചെന്നപ്പം വെറ്റിനറി ഡോക്ടർ പറഞ്ഞ അവൾക്ക് ഭയങ്കര 105 ഡിഗ്രി പനിയായിരുന്നു. അവൾ ആശുപത്രി കൊണ്ടുപോയപ്പോൾ സാരഥിയെ ഒരു തുണി നനച്ചവളെ പുറത്തൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് നേരം അവൾക്കൊരു ട്രിപ്പൊക്കെ ഇട്ട് മരുന്നൊക്കെ ഇട്ട് കൊടുത്തപ്പം അവൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എണീച്ച്. ഞാൻ വിചാരിച്ചു അവൾ തളർന്നെങ്ങാണ്ട് വീണു പോയതാണെന്ന് വിചാരിച്ച്. ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. ഞാൻ ചോദിക്കും എന്തോ വലിയ രോഗം വന്ന് വീണതാണെന്നൊക്കെ വിചാരിച്ച്. പക്ഷെ അവൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പനി പിടിച്ചതായിരുന്നു. ഇപ്പോഴും അതുപോലെ ചൂടെടുക്കുമ്പോൾ അവൾക്ക് വെക്രാളം. പിന്നെ എനിക്കിന്ന് കടയിൽ താമസിച്ച് പോയാൽ മതി, അതുകൊണ്ട് അവൾക്ക് ഞാൻ തുണിയൊക്കെ നനച്ചിങ്ങനെ ഇട്ട് കൊടുത്ത് ഫുഡൊക്കെ കൊടുത്തിട്ട് സുഖമായിട്ട് പെണ്ണ് ഉറങ്ങുന്നുണ്ടോ, ഒരു കുഴപ്പമില്ല. നോക്കി പെണ്ണ് ഉറങ്ങുന്നുണ്ടോ, നല്ല ഉറങ്ങുക. പെണ്ണിന് നല്ല സുഖം പിടിച്ച് അങ്ങനെ കിടക്കും അവൾ. അപ്പോൾ അവൾക്ക് ഒരു കുഴപ്പമില്ല. ഇവിടെ ഇതിനേക്കായി എപ്പോഴും തണുപ്പ് കൊണ്ടുള്ള ഒരാളുണ്ട്. അദ്ദേഹം കയറി ഇതുകൊണ്ട് അടുക്കളയുടെ മൂലയിൽ ഫ്രിഡ്ജിൻ്റെ വാഷിംഗ് മെഷീൻ്റെ കീഴിൽ കയറി കിടക്കുക. കണ്ടോ, അവന് നല്ല തണുപ്പ് എപ്പോഴും വേണം. എന്നാലും അവൻ ഇത് അതിജീവിച്ചങ്ങ് ജീവിക്കുക. അവനെവിടെയെങ്കിലും തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ വാക്ക് നോക്കി കയറി കിടന്നോളും. പെണ്ണിന് അതേപോലെയല്ല. പെണ്ണ് അപ്പോഴപ്പോഴും ഇങ്ങനെ കിടന്ന് അയക്കാൻ തുടങ്ങും. അവൾക്ക് വയ്യെങ്കിൽ ഭയങ്കര ക്ഷീണം വന്നു കഴിഞ്ഞ് തുണി നനച്ചിട്ട് കൊടുത്തപ്പോൾ അവൾ ഓക്കെ മിണ്ടാതെ കിടക്കും.